എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ ജയിക്കാൻ സാധ്യത കോൺഗ്രസിനാണ്. ഇതിനു മുന്നേ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന മുകുന്ദൻ LDFൻ്റെ ആളിപ്പോൾ കാലുമാറി BJP കാരനായി. പിന്നെ ഈ 5 കൊല്ലം ഭരിച്ചിട്ട് ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് LDFനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ തുടർഭരണം അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് വരുമെന്നാണ് വിശ്വാസം. 100% കോൺഗ്രസ് ജയിക്കുന്നതിന് LDF ആവും തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കിനി ജയിക്കുമ്പോൾ അറിയാം ആരാണ് ജയിക്കാന്നുള്ളത്. നാട്ടിലൊരു ത്രികോണ മത്സരമാണ് സാധ്യത വരുന്നത്. സാധ്യത ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ നോക്കുമ്പോഴേ 2 സ്ഥാനാർത്ഥികൾ LDFൻ്റെ അല്ലായിരുന്നത്. മുൻ ശശി മുതലാണെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ആൾക്കാർക്കൊരു കൺഫ്യൂഷന്. ആളൊരു നല്ല ആളായിരുന്നു, എങ്കിലും കുറച്ച് പ്രവർത്തന ശേഷി കുറവുണ്ടെന്നുള്ളൊരു പരാതിയുണ്ട്. പിന്നെ മറ്റേത് പിന്നെ ഉണ്ടായിരുന്നൊരു MLA ആണല്ലോ ഗീത ഗോപി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഒന്നും കൂടി ആൾക്കാരൊന്ന് വിലയിരുത്തേണ്ട സമയമാണ് ഇപ്പോൾ. നാട്ടിൽ നല്ല വികസനല്ലേ? ഗീത ഗോപി. എൻ്റെ കാലത്ത് ഈ സാധനമൊക്കെ ഉണ്ടാക്കി ഗീത ഗോപി MLA ഇതൊക്കെ പാലം വരാം. പിന്നെ നാട്ടിയാവാത്ത് എല്ലാ വികസനവും വലപ്പാട് നമ്മുടെ ഓഫീസ് ഇതൊക്കെ ചെയ്തുള്ള MLA കഴിവാണ്. നാട്ടിൽ സുനിൽ ലാലൂർ അഡ്വക്കറ്റ്. കാരണം 2 ടൈമായില്ലേ മറ്റൊരു ഭരിക്കിന്. ആ ഭരണം എല്ലാവർക്കും മുഷിവായി. അപ്പോൾ അതുകൊണ്ട് സുനിൽ ലാലൂർ ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതന്നെ ഉറപ്പ്. മുൻ MLA ഗീത ഗോപി ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷേ ഒരു മാറ്റം വരണമല്ലോ നമുക്ക്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇവരായി പോട്ടെ. ഒരു ടൈം അവർ, ഒരു ടൈം ഇവരായിട്ട് പോട്ടെ. ഇനി ഒരു ടൈം BJP വരണം. പ്രാവശ്യം UDF ജയിക്കാനാണ് സാധ്യത അല്ലേ കൂടുതൽ. കാരണം കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ 2 ഇതിലും LDF ആയിരുന്നല്ല. ഇനിയിപ്പോൾ ഭരണം മാറാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി എപ്പോഴും ജയിക്കാറിവിടെ. അപ്പോൾ ഗീത ഗോപി ആവാനാണ് സാധ്യത. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് മാസം 2000 രൂപ വേറെ തരുന്നുണ്ടല്ലോ. നാട്ടിൽ സുനിൽ ലാലൂര് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഭരണവിരുദ്ധം അതാണ് മെയിനായിട്ടുള്ള കാര്യം. നാട്ടികയിൽ ഇപ്രാവശ്യം ജയിക്കുക സുനിൽ ലാലൂർ തന്നെ. പക്ഷെ 15 വർഷമായിട്ട് നമ്മളുടെ ഇവിടുത്തെ വികസനങ്ങളൊന്നും ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. അപ്പം അതിൻ്റെ പേരിൽ മാറ്റം വരണമല്ലോ എന്തായാലും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും UDFൻ്റെ സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ തന്നെ ഇവിടെ വിജയിക്കും. അതിനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളെല്ലാവരും. ഞാൻ ഈ ഭരണം മാറി കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അത്രേ ഉള്ളൂ. കാരണം ഇതാണ്, ഒരു മാറ്റം പ്രതീക്ഷിക്കാത്തുള്ളൂ. നാട്ടിൽ സുനിൽ ലാലൂരാണ് ജയിക്കാൻ സാധ്യത. UDFനാവാനാ സാധ്യത. കാരണം ഈ പാർട്ടി മാറിയല്ലോ, വോട്ട് സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് UDFന് സാധ്യത. കേരളത്തിൽ LDF തന്നെ, വേറെ ആരാ ജയിക്കുക? കാരണം വികസന പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയ LDFന് മാത്രമേ പറ്റുള്ളൂ. സമസ്ത മേഖല വികസനമുള്ള LDFന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റുന്നതുകൊണ്ടല്ലേ. കാരണം നമുക്കറിയില്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർക്ക് കാരണം നടന്നു എന്ത് വികസനം. ഇപ്പോൾ BJP ഇപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോയതാണ്, എന്തേലും നടത്തണ്ട, ഒന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ വികസന പ്രവർത്തനം നടക്കാൻ LDF മാത്രമേ പറ്റുള്ളൂ, ഒരു തർക്കമില്ല. നാട്ടിൽ ഗീത ഗോപി ജയിക്കും, യാതൊരു തർക്കമില്ല. ഗീത ഗോപി കഴിഞ്ഞ 2 ടൈമിന് നല്ല ജയിച്ചാണ്, അവിടെ ജനസമ്മത ഉള്ള ഒരാളാണ് ഗീത ഗോപി തന്നെ ജയിക്കുള്ളൂ, വേറെ ജയിക്കില്ല. പറയാൻ പറ്റില്ല, എല്ലാവർക്കും സ്കോപ്പുണ്ട്. ആരാണെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. ഗീത ഗോപിയുണ്ട്, മുകുന്ദനുണ്ട്, സുനിൽ ലാലൂരുണ്ട്. 3 പേര് ഒന്നും ഈ പ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല. UDFനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ 10 വർഷം അവരെന്നെ ഭരിച്ചില്ലേ.